ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CGL 2024 അച്ചീവേഴ്സ് ബാച്ചിന്റെ ഓൾജിബ്രയുടെ ക്ലാസ്സുകളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതിനോടകം അരിത്തമെറ്റിക് മാത്സ് കംപ്ലീറ്റ് ആക്കി, അതുപോലെ അഡ്വാൻസിലെ നമ്പർ സിസ്റ്റം, ട്രിഗ്നോമെട്രി, അതുപോലെ മെൻസുറേഷൻ എന്നീ ടോപ്പിക്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ CGL-ന്റെ എക്സാം ഡേറ്റും അതുപോലെ ഏത് സിറ്റിയിലാണ് എക്സാം നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളും 2 ദിവസം മുന്നേ അറിയാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ ഒരു സെപ്റ്റംബർ 9 മുതൽ 26 വരെ അല്ലേ, 26 വരെ നടക്കുന്ന എക്സാമിൽ കുറച്ച് പേർക്ക് അവസാനം കിട്ടിയവരുണ്ട്, കുറച്ച് പേര് ആദ്യം കിട്ടിയവരുണ്ട്. അപ്പോൾ ആദ്യം കിട്ടിയവർക്ക് നന്നായിട്ട് പഠിച്ചു പോയി എക്സാം എഴുതാം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇനി അവസാനം കിട്ടിയവരുടെ കാര്യം, അവർക്ക് കുറച്ച് അനാലിസിസ് ഒക്കെ നോക്കാൻ പറ്റും. പക്ഷെ ആ സമയത്ത് ആദ്യം എഴുതിയവർക്ക് ഇപ്പം മാർക്ക് കുറവാണെങ്കിൽ ചിലപ്പോൾ പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ അവിടെ ആയിരിക്കും വരുന്നത്. ഇപ്പം നോർമലൈസേഷൻ എന്ന് പറയുന്ന പരിപാടി ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട, നിങ്ങൾ നിങ്ങളുടെ മാക്സിമം കൊടുത്താൽ മതി. വലിയ വ്യത്യാസം അവസാനം കിട്ടിയവരും ആദ്യം കിട്ടിയവരും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ച് ക്വാളിഫൈ ആവുക. അപ്പോൾ ആദ്യം കിട്ടിയവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 9-ാം തീയതി എക്സാം കഴിയുന്ന അല്ലെങ്കിൽ 10-ാം തീയതി 11-ാം തീയതി എക്സാം കഴിയുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ആ എക്സാം എഴുതുമ്പോൾ തന്നെ മനസ്സിലാവും അവർ എന്ത് ചെയ്തിട്ടുണ്ട്, എന്ത് നിലവാരത്തിലാണ് എക്സാം എഴുതിയിട്ടുള്ളത്, എത്ര മാർക്ക് കിട്ടും, ക്വാളിഫൈ ആവുമോ ഇല്ലയോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ പ്രിപ്പറേഷൻ, അതനുസരിച്ചുള്ള പെർഫോമൻസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ പറ്റും. എന്നിട്ട് ഉടനെ തന്നെ ചുമ്മാ സമയം വേസ്റ്റ് ആക്കാതെ ആൻസർ കീ വരട്ടെ, എക്സാം എല്ലാം കംപ്ലീറ്റ് ആകട്ടെ, ആൻസർ കീ വന്നിട്ട് മാർക്ക് നോക്കിയിട്ട് മെയിൻസിന് പഠിക്കാം എന്ന് വിചാരിച്ചാൽ ഈ CGL-ൽ എന്താവും? നിങ്ങൾ പിന്നിലോട്ട് പൊക്കോണ്ടിരിക്കും. എത്ര ദിവസം നിങ്ങൾ, അല്ലെങ്കിൽ എത്ര സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്ത് കളയുന്നു, നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് എത്ര സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ പഠിക്കാതിരിക്കുന്നു, കീ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത്രയും നിങ്ങൾ നിങ്ങളുടെ റാങ്കിൽ നിന്നും പിന്നിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ എക്സാം കഴിഞ്ഞാലുടൻ നിങ്ങളുടെ മെയിൻസ് എക്സാം ആണ് ഈ CGL എക്സാം എന്ന് പറയുന്നത് തന്നെ. CGL 2024 എക്സാം എന്ന് പറയുന്നത് തന്നെ മെയിൻസിന്റെ എക്സാം ആണ്. ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വേണം. പ്രിലിംസ് എന്ന് പറഞ്ഞാൽ അതിൽ കയറാനുള്ള ഒരു കടമ്പ മാത്രം. അത് ഒന്ന് ക്ലിയർ ചെയ്താലേ നമുക്ക് അതിനകത്തോട്ട് മെയിൻസിലോട്ട് പ്രവേശിക്കാൻ പറ്റൂ എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. CGL എക്സാം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ മെയിൻസ് ആണ്. അപ്പൊ അത് തിരിച്ചറിയുന്ന ഒരാൾക്ക് ജോലിയിലോട്ട് എത്താനുള്ള വഴി എന്ന് പറയുന്നത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ അത് എപ്പോഴും മനസ്സിൽ കണ്ടുകൊള്ളുക. ഇനി അവസാനം ആണ് എക്സാം ഉള്ളവർ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക, അനാലിസിസ് കാണുക, അവരുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുകയാണ്? കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ്. കാര്യം രണ്ടിന്റെയും സിലബസും ഏകദേശം സെയിം തന്നെയാണ്. നിങ്ങൾ GK പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ, അല്ലെങ്കിൽ മെയിൻസിന് കുറച്ചുകൂടി ലെവലിൽ എന്ത് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്തിട്ട് പോവാണ്. പക്ഷെ ആദ്യത്തെ ഷിഫ്റ്റുകൾ കിട്ടുന്നവരുടെ അടുത്താണ് പറയാനുള്ളത്, ആദ്യത്തെ മിഡിൽ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, എക്സാം കഴിഞ്ഞാൽ ഉടൻ തന്നെ വലിയ ഗ്യാപ്പ് കൊടുക്കാതെ, വലിയ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഗ്യാപ്പേ കൊടുക്കണ്ട, നിങ്ങൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഗ്യാപ്പ് കൊടുക്കാതെ തന്നെ മെയിൻസിന് വേണ്ടി പഠിക്കുക. ഇതൊരു ഇമ്പോർട്ടന്റ് ടിപ്പായിട്ട് എടുത്തോളുക. പിന്നെ നമുക്ക് ഓൾജിബ്ര എന്നുള്ള ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ്, നിങ്ങളുടെ CGL-ന് കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് നമ്മളുടെ ഓൺലൈൻ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കോഴ്സുകൾ നോക്കി അങ്ങനെ പഠിക്കണം എന്നുള്ളവർക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള കണ്ടന്റ് നല്ല ക്വാളിറ്റിയിൽ നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് മുന്നോട്ട് പോവാം. ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 7b മൈനസ് 1/4b വാല്യൂ 7 ആണെങ്കിൽ വാട്ട് ഇസ് എ വാല്യൂ ഓഫ് 16b² പ്ലസ് 1/49b²? അപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഓൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ വേറെ എവിടെ പഠിച്ചവരോ ആയിക്കോട്ടെ, അപ്പൊ എന്റെ മെത്തേഡ് കുറച്ച് ഡിഫറെന്റ് ആണ്. അത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒരു കാര്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഓൾജിബ്ര എന്നുള്ള ടോപ്പിക്കിൽ ഏതൊക്കെ ക്ലാസ്സുകൾ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അതെല്ലാം എടുത്ത് കാണുക. യൂട്യൂബിൽ മാത്രം എന്റെ ക്ലാസ്സുകൾ കാണുന്നവരാണെങ്കിൽ. ഓക്കെ, ഓൾജിബ്ര എന്നുള്ള ടോപ്പിക്ക് ഓൾജിബ്ര ദിശ അക്കാഡമി എന്ന് സെർച്ച് ചെയ്താൽ ക്ലാസ്സുകൾ വരും. ആ ക്ലാസ്സിലെല്ലാം നന്നായിട്ട് കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എക്സാംസിന് വരുന്ന അതേ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു സീരീസും CHSL ക്രാഷ് കോഴ്സ് സീരീസും എല്ലാം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 7b മൈനസ് 1/4b = 7 ആണ്. കുറച്ച് പേർക്കെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവർ ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇട്ടിട്ടുള്ള ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് കണ്ട് ക്ലിയർ ആക്കി ഇത് എന്ത് ചെയ്യുക, ക്ലിയർ ആയിക്കൊണ്ട് പോവുക. 7b മൈനസ് 1/4b എന്നുണ്ട്. ഇതിന്റെ 16b² പ്ലസ് 1/49b² ആണ് വേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് 7ന്റെ സ്ക്വയർ അല്ല 16, 7ന്റെ സ്ക്വയർ ഇതാ ഇവിടെ കിടക്കുന്നത്. 4ന്റെ സ്ക്വയർ അല്ല 49, 4ന്റെ സ്ക്വയർ ഇവിടെ കിടക്കുന്നത്. അപ്പൊ എന്ത് വേണം നമുക്ക് ഈ ഒരു സാധനത്തെ 4b മൈനസ് 1/7b എത്തിക്കണം. 4b മൈനസ് 1/7b എത്തിക്കാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഈ ഇക്വേഷനെ ഞാൻ എന്ത് ചെയ്യണം? മേളിൽ 4 വരണം, താഴത്തെ 7 പോയി വേണം. അതായത് 4/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്താവും? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 പോയി 4b എന്ന് വരും. ഇവിടെ 1/4b 4/7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ
4 പോയി 1/7b എന്ന് വരും. അതേ സാധനം തന്നെ എന്ത് ചെയ്യണം, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യണം 4/7. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 7 × 4/7 നമുക്ക് ഇവിടെ 4 എന്ന് കിട്ടും. 7 പോയി 4 എന്ന് കിട്ടും. ഇനി ഇതിന്റെ സ്ക്വയറിൽ എഴുതിയേക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, x + 1/x അല്ലെങ്കിൽ x - 1/xന്റെ വാല്യൂ k ആണെങ്കിൽ x² + 1/x² വാല്യൂ നമ്മൾ എന്താ പഠിച്ചത്, k² + 2 ആണ്. ഇതെല്ലാം ക്ലാസ് ആയിട്ട് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. CGL 2024 ഫസ്റ്റ് 2 ക്ലാസ് ഓൾജിബ്രയുടെ ക്ലാസ്സുകളാണ്. ലോവർ പവറിൽ നിന്ന് ഹയർ പവറിലോട്ട് പോകുന്നത്, ഹയർ പവറിൽ നിന്ന് ലോവർ പവറിലോട്ട് പോകുന്നത്, JCB മെത്തേഡ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടവരാണെങ്കിൽ ഒരു പ്രശ്നമില്ല, അത് കാണാത്തവർ അത് പോയി കണ്ട് പഠിക്കുക. അപ്പൊ ഇതിന്റെ സ്ക്വയറിലോട്ട് വരുമ്പോൾ എന്ത് വരും, ഇതിന്റെ സ്ക്വയർ 16b² + 1/7 1/49b² വരും. ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇത് സ്ക്വയർ എന്ന് പറഞ്ഞാൽ k², അതായത് 4ന്റെ സ്ക്വയർ 16 + 2 × 2k. 2 എന്ന് പറഞ്ഞാൽ 2 കഴിഞ്ഞിട്ട് ഇതിന്റെ കോഎഫിഷ്യന്റ് ഉണ്ട്, x² x + 1/xന്റെ x - 1/xന്റെ കോഎഫിഷ്യന്റ് ഉണ്ട്. ഇവിടെ 1 ഉം 1 ഉം ആണ്. ഇതൊക്കെ ഈ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രയാണ് ഇവിടെ കോഎഫിഷ്യന്റ്, 4ഉം 1/7, 2 × 4 × 1/7. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 8/7. 16 + 8/7, 16 + 8/7 എന്ന് പറയുമ്പോൾ നമുക്ക് 17 സംതിങ് വരും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, 17 17 119, 17 ഓപ്ഷൻ ഇതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, 16 112 കിട്ടും, 120/7. കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടായിരിക്കണം. ഓപ്ഷൻ സി നമുക്ക് ആൻസർ കൊടുക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇനിയും നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക. നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന ഈ കാര്യങ്ങളെല്ലാം ഓൾജിബ്രയുടെ CGL 2024 പ്ലേലിസ്റ്റ് എടുക്കുക. അതിലെ മാത്സിന്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് 2 ക്ലാസ്സിൽ, അത് ആ 2 ക്ലാസ്സിൽ നിന്ന് തന്നെ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, യെസ്. അടുത്ത, വാട്ട് ഈസ് വാല്യൂ ഓഫ് 3x³ + 5x² y + 12xy² + 7y³ when x = -4 and y = -1. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, അതുപോലെ ഈ ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യനും ഒന്ന് വായിച്ചു നോക്കുക. a + b + c തന്നിട്ടുണ്ട്, a² + b² + c² തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ab + bc + c. സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കേ, നമുക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കേ. എന്നിട്ട് നമുക്ക് എന്റെ മെത്തേഡുമായിട്ട് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് DTSM അപ്ലൈ ചെയ്യാം. അതായിരിക്കും ഏറ്റവും നല്ലത്. DTSM അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ -4 -4 എന്ന് പറയുമ്പോൾ -64, -64 × 3 ചെയ്യാം. -192 ഇവിടെ +5 x² എന്ന് പറഞ്ഞാൽ 16 16 5 80 80 × -1 എന്ന് പറയുമ്പോൾ -80. കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിലേ പറ്റും. +12x എന്ന് പറയുമ്പോൾ -48 y² എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതൊന്നും വരും -48 എന്ന് വരും. +7y³ +7y³ എന്ന് പറയുമ്പോൾ y യുടെ -1 -1 ക്യൂബ് -1 -7 വരെ എല്ലാം മൈനസ് ആയിരിക്കും. അപ്പൊ എത്ര വരും യൂണിറ്റ്, 2 7 2 8 10, ഇതെല്ലാം 0 ആണ്. അതായത് മൈനസ് കോമൺ എടുത്തിട്ട് എല്ലാം കൂടി കൂട്ടിയാൽ 2 8 10 0 വന്നു, പിന്നെ 7 അവസാനിക്കും, മൈനസും വരും. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ ഡി മാത്രമുണ്ട്. വേറെ കാൽക്കുലേഷൻ ഒന്നും ആവശ്യമില്ല, വേറെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, a + b + c a² + b² തന്നിട്ടുണ്ട്, c² തന്നിട്ടുണ്ട്, ab + bc + c. നമുക്കറിയാം a + b + c * whole², അതായത് 256 വരും, = a² + b² + c², 90 വരും. +2 × നമുക്ക് വേണ്ടുന്ന ആൻസർ ആണ്. 256 നിന്ന് 90 കുറയ്ക്കാം. 256 നിന്ന് 90 കുറച്ചാൽ 166 ആണ്. 166ന്റെ പകുതി 83. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കിട്ടും. ആ ഒരു ഫോർമുല പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അടുത്ത, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് a³ + b³ + c³? a + b + c = 0. അത് നമ്മൾ ആർട്ട് ഓഫ് ഓൾജിബ്ര എന്ന് പറയുന്നത് പഠിക്കുന്ന ഇക്വേഷൻ ആണ്. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ട് റിവൈസ് ചെയ്യേണ്ടി പോകേണ്ട ഒരു ഇക്വേഷൻ ആണ്. a³ + b³ + c³, a³ + b³ ഞാൻ 3 ഫോർമുല എഴുതരാം. -3abc എന്ന് പറയുന്നത് ഒന്നാമത്തെ ഫോർമുല, a + b + c × a² + b² + c² -ab -bc -ca. ഓക്കെ, അതിനകത്ത് തന്നെ സെയിം ഇതിന്റെ വാല്യൂ ആണ്. a + b + c × a³ + b³ + c³ -3abc എന്ന് പറഞ്ഞാൽ a + b + c × a + b + c the whole square -3 × ab + bc + ca. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. നിങ്ങൾ എന്റെ ക്ലാസ്സിൽ കണ്ടാൽ മനസ്സിലാവും ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. ഇനി അടുത്തത് = ½ × a + b + c × a - b the whole square + b - c the whole square. ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. c - a the whole square. ഓക്കെ, c - a whole square. ഓക്കെ, c - a whole square. ഈ ഒരു 3 ഫോർമുലയാണ്. ഇതിനകത്ത് a + b + c 0 ആകുമ്പോൾ എന്ത് വരും, a³ + b³ + c³ എന്ന് പറഞ്ഞാൽ എന്ത് വരും, 3abc. a³ + b³ + c³ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം, 3abc. ഓപ്ഷൻ സി നമുക്ക് കൊടുക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുല ആയതുകൊണ്ടാണ് ഈ ഒരു ക്രാഷ് കോഴ്സിൽ എന്ത് ചെയ്തത്,
ഈ ഒരു ഫോർമുലാസ് മൂന്നെണ്ണം എന്ത് ചെയ്യുന്നത് പറഞ്ഞു. ഓക്കെ, എക്സ്പ്രസ് ഓൺ ബേസിന്റെ വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ ആണ്. അപ്പൊ നമ്മൾ ഇൻക്രീസിംഗ് പവർ എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചതാണ്. എക്സ്പ്രസ് ഓൺ ബേസ് 7 ആണെങ്കിൽ x² + 1/2 7ന്റെ സ്ക്വയർ -2 47. ഇത് എഴുതേണ്ട ആവശ്യമില്ല, ഓൾറെഡി ചെയ്യിപ്പിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിന്റെ ക്യൂബ് x² ന്ന് ക്യൂബ് എടുത്ത സ്ക്വയറിന്റെ ക്യൂബ് എടുക്കുമ്പോഴാണ് 6 വരുന്നത്. ഓക്കെ, എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി എന്ത് വേണം? ഇതിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ k³ - 3 സ്ക്വയർ ക്യൂബ് എടുക്കണം. k³ - 3k 47ന്റെ ക്യൂബ് -3 × 47. ഇതായിരിക്കും നമ്മുടെ ആൻസർ. യൂണിറ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ എല്ലാം സെയിം തന്നെയാണ്. dt സം അപ്ലൈ ചെയ്യാം. dt സം എനിക്ക് തോന്നുന്നു dt സം ഡിഫറെന്റ് ആണ്. അതെ, ഇത് രണ്ട് സെയിം ആണ് dt സം. ഓക്കെ, നോക്കാം. dt സം നോക്കാം. 11 4 7 11 11ന് 2 2ന്റെ ക്യൂബ് 8 -7 4 11 2 3 2 6 10 2 വരും dt സം. ഇത് നോക്കാം. 8 1 9 നോക്കണ്ട, 9 നോക്കണ്ട, 2 1 3. ഇതല്ല. 9 നോക്കണ്ട, 9 നോക്കണ്ട, 2. ഇത് 2 ആണ്. ഇത് 9 നോക്കണ്ട, 9 നോക്കണ്ട എന്നൊക്കെ പറയുന്നത് dt സംന്റെ ക്ലാസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, 9 5 8 13 4. ഇതല്ല. അടുത്തത് 6 3 9. ഇത് 9. ഓക്കെ, ഇത് രണ്ടും എന്താണ്? dt സം സെയിം ആണ്. 10 36 82 10 38 82. ഓക്കെ, അത് നമുക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. കാര്യം നമ്മുടെ ആൻസർ 47ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. വേണമെങ്കിൽ അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ 47ന്റെ ക്യൂബ് കണ്ടുപിടിക്കണം. എനിക്ക് എന്തായാലും 47ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. 47 × 47ന്റെ സ്ക്വയർ -3 ആണ്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ 47. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ എന്താ? ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കുമോ? ഇല്ല, രണ്ടിടത്തും 3 വേണം. ഇത് 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കത്തില്ല. 10 ഡിസംബർ അല്ലല്ലോ, ഡിസംബർ വരുന്നില്ല. 3ന്റെ മൾട്ടിപ്പിൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമുക്ക് 47ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ബി 47 അല്ലെങ്കിൽ മറ്റേത് എന്തായിരിക്കും? 47 ആയിരിക്കും. അത് ആൻസർ കൊടുക്കാം. 47 കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിലേ പറ്റും. 47 2 94, ബാക്കി 6 9 96. 47 2 94 28 പറ്റത്തില്ല. 0 282. 47ന്റെ മൾട്ടിപ്പിൾ ആണ് 282. 47 ഗുണം എത്രയാണ്? 282. 47 ഗുണം 4 5 6 6 പോയി കഴിഞ്ഞാൽ 240 42. അതെ, അപ്പൊ ഇതെന്താണ്? 47ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇത് 47ന്റെ മൾട്ടിപ്പിൾ അല്ല എന്നുള്ള രീതി. കാര്യം 47ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കില്ല. കാര്യം 862 അല്ലേ, 200 കൂടുതല, അല്ലെ 280 കൂടുതല. 47ന്റെ മൾട്ടിപ്പിൾ അല്ല. ഓപ്ഷൻ ബി നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ ഇത് കാൽക്കുലേഷൻ 47ന്റെ ക്യൂബ് കണ്ടുപിടിക്കേണ്ടി വരും. 47ന്റെ സ്ക്വയറും ക്യൂബ് കണ്ടുപിടിക്കേണ്ടി വരും. ക്യൂബ് ഒന്നും കണ്ടുപിടിക്കാതെ തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡാണ് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം എന്ന് പറയുന്നത്. കാൽക്കുലേഷൻ സ്പീഡിന് ഡെയിലി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. അടുത്ത് എയുടെ വാല്യൂ ബിയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ വാല്യൂ ഓഫ് ദ എക്സ്പ്രഷൻ a³ - b³ - 3a² b + 3ab². ഇതെന്താ സംഭവം? a³ - b³ - 3a² b + 3ab² എന്ന് പറയുന്നത് a - b the whole cube. a - b the whole cubeന്റെ ഫോർമുലയാണ്. a - b the whole cube എന്ന് പറഞ്ഞാൽ 17 - 13. ഇത് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. a³ - b³ - 3a² b + 3ab² എന്ന് പറഞ്ഞാൽ എന്താണ്? a - b the whole cube ആണ്. 17 - 13 4. 4ന്റെ ക്യൂബാണ് എഴുതി വെച്ചേക്കുന്നത്. അതായത് 64 എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഫോർമുലാസ് നിങ്ങളെ ഒന്നുകൂടെ റിവൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. ക്രാഷ് കോഴ്സിൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ സിംപ്ലിഫൈ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂ എന്താണ്? ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു ചാനലിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ ഇത്രയും സമയം കൊണ്ട് എത്ര ക്വസ്റ്റ്യൻ ചെയ്യുമെന്നും എനിക്കറിയില്ല. നിങ്ങൾ ഈ ചാനലിലെ കണ്ടന്റ് മാത്രം നോക്കിയത്, മാത്സിന്റെ കണ്ടന്റ് മാത്രം നോക്കിയാൽ മതി. നമ്മളിപ്പോ എടുക്കുന്ന സമയത്ത് ഈ 2 ക്വസ്റ്റ്യൻ ഇത്ര സമയം കുറച്ച് ചെയ്യാമോ? അത്രയും സമയം കുറച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതിന്റെ കാര്യങ്ങളും കൺസെപ്റ്റുകളും എല്ലാം ഓൾറെഡി ചാനലിലുണ്ട്. ഓക്കെ, ഇവിടെ നോക്ക്. x⁴ - 2x² + 1 ഡിവൈഡഡ് ബൈ x² - 2x + 1. ഇതിനെ എന്ത് ചെയ്യണം? സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെ ചെയ്യാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ x⁴ - 2x² + 1 എന്ന് പറഞ്ഞാൽ എന്താണ്? x² - 1ന്റെ ഹോൾ സ്ക്വയർ ആണ് അല്ലെ? നോക്ക്, ഇതിന്റെ a² a - b the whole square പറഞ്ഞാൽ a² + b² - 2ab. അപ്പൊ x² ഇതിന്റെ സ്ക്വയർ x⁴ 1ന്റെ സ്ക്വയർ +1 - 2 × x² × 1. അതാണ് എഴുതിയിരിക്കുന്നത്. താഴെ എഴുതിയിരിക്കുന്ന സംഭവം എന്താണ്? x² - 2x + 1 എന്ന് പറഞ്ഞാൽ x - 1ന്റെ അല്ലെ, x - 1ന്റെ ഹോൾ സ്ക്വയർ ആണ്. x - 1ന്റെ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഇത് x² - 1 x² - 1 എന്ന് പറഞ്ഞാൽ എന്താ? a² - b², a + b × a - b ആണ്. എന്ത് പറയാം ഇതിനെ? ഇത് x² - 1 എന്ന് പറഞ്ഞാൽ x + 1ന്റെ x - 1, അതായത് x + 1 the whole square. x + 1ന്റെ x - 1 ആണ്. ഇവിടെ x - 1 the whole square വരും. അകത്ത് x + 1ന്റെ x - 1 വരും.
സ്ക്വയർ ആയതുകൊണ്ട് രണ്ടിടത്ത് സ്ക്വയർ ആണ്. ഓക്കെ, ഡിവൈഡ് ബൈ എക്സ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ. ഇത് രണ്ടും വെട്ടിപ്പോയി. എക്സ് പ്ലസ് വൺ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എവിടെ ഉണ്ട്? ഓപ്ഷൻ സി. നമുക്ക് ആൻസർ കൊടുക്കാം. ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസിനെ എല്ലാം ആൻസർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ വലുതാണെന്ന് തോന്നും, പക്ഷേ നിങ്ങൾ ആ ഒരു പഠിച്ച മെത്തേഡ്, നിങ്ങളെ പഠിപ്പിച്ച മെത്തേഡ് വെച്ചായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്. നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളോ നമ്മുടെ CGL ലെവൽ ബാച്ചുകൾ കണ്ടിട്ടുള്ളവർക്കാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒന്നുമല്ല, വളരെ ഈസി ആയിട്ട് പ്രോ ലെവലൂടെ ആകുമ്പോഴത്തേക്കും പിന്നെ എന്താവും? പെർഫെക്റ്റ് ആവും. ഓക്കെ, ആ ലെവലിൽ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾ സെറ്റ് ആകണം. എക്സ് മൈനസ് 1 ബൈ എക്സിന് വാല്യൂ √6 ആണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, വാട്ട് ഈസ് വാല്യൂ ഓഫ് എക്സ് റേസ് ടു 8 മൈനസ് 1 ബൈ എക്സ് റേസ് ടു 8? ഓക്കെ, എക്സ് റേസ് ടു 8 പോകാം. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമുക്ക് മുന്നോട്ട്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നു, കാൽക്കുലേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ചെയ്യാം. ഇതിപ്പം എങ്ങോട്ട് പോകേണ്ടി വരും? നമുക്ക് എക്സ് മൈനസ് 1 ബൈ എക്സ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ. കാര്യം ആ ഒരു 2 ക്ലാസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണണം കേട്ടോ. CGL 2024 ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉണ്ട്. നിങ്ങളുടെ പ്ലേലിസ്റ്റ് എടുത്താൽ കാണാൻ പറ്റും. അതിലെ ഓൾജിബ്രയുടെ 2 ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഓൾജിബ്രയുടെ CGL 2024 അടിയിൽ ചെയ്തിട്ടുള്ള 2 ക്ലാസ്സുകൾ. ഒന്ന് ഇൻക്രീസിങ് പവറും ഒന്ന് ഡിക്രീസിങ് പവറും. അത് മസ്റ്റ് ആയിട്ടും എല്ലാവരും കാണണം കേട്ടോ. ഇത് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസ് മിക്കവാറും നിങ്ങളുടെ ഓൾജിബ്രയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് മെയിൻലി അതിൽ നിന്ന് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പൊ അതൊന്ന് കണ്ടേക്കുക. ഓക്കെ, കണ്ടില്ലാത്തൊരു കണ്ടേക്കുക. ഓക്കെ, എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. എന്ത് വരും? ഇതിന്റെ സ്ക്വയറെ √6 കെ സ്ക്വയർ പ്ലസ് 2 ആണ്. മൈനസ് ചെയ്ത് പ്ലസിലോട്ട് വരുമ്പോൾ പ്ലസ് ആണ് വരുന്നത്. √6 സ്ക്വയർ 6 പ്ലസ് 2 8 എന്ന് വരും. ഇനി എക്സ് റേസ് 4 പോകുമ്പോൾ എന്ത് വരും? ഇത് എഴുതേണ്ട ആവശ്യമില്ല, മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയുവാണ്. 8 സ്ക്വയർ മൈനസ് 2 62 എന്ന് വരും. ഇനി എക്സ് റേസ് 8 പ്ലസ് 1 ബൈ എക്സ് റേസ് 8 എന്ന് വരും. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് എക്സ് റേസ് 8 പ്ലസിലോട്ട് പോവാതെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ നിന്നൊരു കളി കളിച്ച് നോക്കാം. എന്നുവെച്ചാൽ നമുക്ക് എക്സ് റേസ് 4 പ്ലസ് 1 ബൈ എക്സ് റേസ് 4 അതേ ഇൻറ്റു എക്സ് റേസ് 4 മൈനസ് 1 ബൈ എക്സ് റേസ് 4 ആണ് നമ്മളുടെ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എക്സ് റേസ് 8 മൈനസ് 1 ബൈ എക്സ് റേസ് 8. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൂട്ട് വരും. അതാണ് എക്സ് റേസ് 4 എന്ന് പറഞ്ഞാൽ 1 ബൈ എക്സ് റേസ് 4. അപ്പോൾ നമ്മുടെ ആൻസറിനകത്ത് എന്ത് കാണും? ഈ എക്സ് റേസ് 4 പ്ലസ് 1 ബൈ എക്സ് റേസ് 4 ഇൻറ്റു എക്സ് റേസ് 4 മൈനസ് 1 ബൈ എക്സ് റേസ് 4 ആണ്. അപ്പോൾ 62 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് എന്ത് കാണും? നമ്മളുടെ ആ ഒരു ആൻസറിനകത്തുള്ള മൾട്ടിപ്പിൾ ആയിട്ട് കാണും. ഈ 62 എന്ന് പറഞ്ഞാൽ എന്താണ്? 31ന്റെ മൾട്ടിപ്പിൾ. നമ്മുടെ ആൻസറിനകത്ത് 31 കാണും. അങ്ങനെ 31 ഓപ്ഷൻ നോക്കാം. 31 ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത പരിപാടിയിലോട്ട് പോകാം. 31 ഉണ്ടോ നോക്കാം. 31 ഗുണം 3 93. 93 ബാക്കി 31 3 93 ബാക്കി 9. 94 31ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ ഇതെന്തല്ല? ഓപ്ഷൻ കറക്റ്റ് അല്ല. ഇത് 31 ഗുണം 3 93 ബാക്കി 62 31 ഗുണം 2 ആണ്. ഇത് മൾട്ടിപ്പിൾ ആണ്. അവിടെ വെക്കാം. 992 മൾട്ടിപ്പിൾ അല്ലാത്തതുകൊണ്ട് 998 മൾട്ടിപ്പിൾ അല്ല. ഇത് നോക്കാം. 33 ഗുണം 3 31 ഗുണം 3 93 ആണ്. ബാക്കി 8 82 31ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പൊ അങ്ങനെയുള്ള മൾട്ടിപ്പിൾ ഉള്ള ഓപ്ഷൻ ഏതുണ്ട്? ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളുടെ മൈൻഡാണ്, നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡാണ്, കോമൺ സെൻസ് എന്ന് പറയും. ഇത് ഈ ലെവലിൽ പഠിച്ചാൽ മാത്രമേ, ഇത് പറയുമ്പോൾ എളുപ്പമാണ്, ഇപ്പം കാണിച്ച സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി. പക്ഷെ ആ ഒരു ബേസ് മുതൽ നിങ്ങൾ ഇങ്ങനെ ഓൾജിബ്ര സെറ്റായി വന്നു കഴിഞ്ഞാലേ എക്സാം സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഈ ഒരു ചാനലിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇത്രയൊന്നും എഴുതേണ്ട പോലും ആവശ്യമില്ല. എക്സ് മൈനസ് 1 ബൈ എക്സ് ഉണ്ട്. എക്സ് റേസ് 8 പോകണം. എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് കിട്ടും. എത്ര? 8 എന്ന് കിട്ടും. എക്സ് റേസ് 4 കിട്ടും. എത്ര? 62. ഇനി എന്ത് ചെയ്യണം? 62ൽ നിന്ന് നമ്മൾ ബാക്കി കാര്യം ഒന്ന് നോക്കണം. ഇവിടെ വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരാൾ ഈ ക്വസ്റ്റ്യൻ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡ് മാക്സിമം അങ്ങനെ പേന എടുക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഫുൾ പ്രോസസ് ആണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത പ്രോസസ് എന്തായിരിക്കും? എക്സ് റേസ് 4 മൈനസ് 1 ബൈ എക്സ് റേസ് 4 കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ വാല്യൂ കെ ആണെങ്കിൽ ഇത് കെ ആണ്. ഇതെല്ലാം പഠിപ്പിച്ചിട്ടുള്ള മൈനസ് വാല്യൂ വരുമ്പോൾ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് 4 ആണ്. അതായത് റൂട്ട് ഓഫ് 62ന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 62ന്റെ സ്ക്വയർ നമ്മളുടെ സ്ക്വയർ കണ്ടുപിടിക്കുന്ന മെത്തേഡ് വെച്ച് കണ്ടുപിടിച്ചാൽ അതിന്റെ സമയം എടുക്കും. 62ന്റെ സ്ക്വയർ നമ്മൾ 12 കൂടുതൽ 50-നേക്കാൾ. ഞാൻ ജസ്റ്റ് ഒന്ന് പറയുവാണേ, മനസ്സിലാവാത്തവർക്ക് സ്ക്വയറിന്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സിലെല്ലാം നമ്മുടെ ചാനലിൽ ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്രത്തോളം കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ ഇതാവുന്നത്. 62ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 12 കൂടുതലാണ്. ഇപ്പൊ 44 അവസാനിക്കും. ഇപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. 37 44 ആണ്. അതിന്റെ സ്ക്വയർ -4, അതായത് 3740 ആണ് നമ്മളുടെ എക്സ് റേസ് 4 മൈനസ് 1 ബൈ എക്സ് റേസ് 4. ഇതിനകത്ത് എന്ത് ചെയ്യണം? ഇത് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ 62 ഇൻറ്റു റൂട്ട് ഓഫ് 3740 ആണ്. എന്ത് ചെയ്യണം? അതിന്റെ ബാക്കി 3740 മാക്സിമം 15 കൊണ്ട്, കാര്യം എല്ലാത്തിനും 15 നടക്കുന്നത്. 15 കൊണ്ട് മാറ്റി കഴിഞ്ഞാൽ 2 74 15 4
2 27 15 4 ബാക്കി 11 140 15. ഓക്കെ, അപ്പൊ അത് മാറ്റേണ്ടി വരും. അത് കാൽക്കുലേഷൻ ചെയ്ത് തുടങ്ങും കേട്ടോ. 44 അല്ല 3847. ഓക്കെ, 62 3800 വരും. ശ്രദ്ധിച്ചോണം കേട്ടോ, അത് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. ഞാനിവിടെ കാൽക്കുലേഷൻ ചെയ്യുമല്ല, ഞാൻ അതിന്റെ ആൻസർ കഴിഞ്ഞു, സൊല്യൂഷൻ കഴിഞ്ഞു, എന്തെങ്കിലും ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ റൂട്ട് 62 12 ഉള്ളിലാണ് 44 ശിഷ്ടം 1 ഉണ്ട്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ 25 12 37 1 38 3847 -4 അപ്പോൾ 3840 വരും. റൂട്ട് 3840 15 മാറ്റുമ്പോൾ എന്ത് വരും? 15 മാറ്റുമ്പോൾ ഇവിടെ 15 ഇൻറ്റു 32 2 84 5. ഓക്കെ, 256 ആയിരിക്കും വരുന്നത്. 5 ഇത് 6 ആയിരിക്കും വരുന്നത്. അതെ, 6. അപ്പൊ ഇത് പുറത്ത് വരുമ്പോൾ എന്താവും? 16 ആവും. 16 സ്ക്വയർ ആണ്. അപ്പം 16 × 62 12 32 3 16 96 3 99 992 റൂട്ട് 15 കിട്ടും. പക്ഷെ ഇങ്ങനെ ചെയ്യേണ്ട ഒരാളാണോ നിങ്ങൾ ആവേണ്ടത്? അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് അറിയാം, ഈ കാര്യം അറിയണം. പക്ഷെ ഇങ്ങനെ അറിയാന്ന് വെച്ചിട്ട് നമ്മളവിടെ ഇത് എഴുതിയെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന് നോക്കൂ, നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്തത്, കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടാണോ ചെയ്ത് നോക്കൂ. അല്ല, നിങ്ങൾ എവിടെ മൈൻഡ് അപ്ലൈ ചെയ്തു ഇത് അല്ലാതെ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ടൈം എടുക്കും. സ്ക്വയറൊക്കെ സമയം എടുക്കുന്നവരാണെങ്കിൽ സമയം എടുക്കും. അത് അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുക, പക്ഷേ ഇത് പഠിക്കാനുള്ള കാര്യങ്ങളല്ല. എന്തൊക്കെ ചെയ്യണം, എങ്ങനെ സ്ക്വയർ ഫാസ്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം, എങ്ങനെ മാത്സിന്റെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാം, എങ്ങനെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലൈ ചെയ്യാം, എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഡിവിഷൻ ചെയ്യാം, എങ്ങനെ ഒറ്റ ലൈനിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, ഇതെല്ലാം നമ്മുടെ ക്ലാസ്സുകളിൽ ഓരോ ക്വസ്റ്റ്യനിലും ചെയ്യുന്നതാണ്. ആ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? മൈൻഡിൽ തന്നെ ചെയ്യാൻ പറ്റും, പേന എടുക്കാതെ ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ തന്നെ 15 സെക്കൻഡിൽ ചെയ്യാം, 1 മിനിറ്റിലും ചെയ്യാം, 1 മിനിറ്റ് കൂടുതലും എടുത്ത് ചെയ്യാം. അത് ആ ഒരു എക്സാം സമയത്ത് ഇത് പെൻ ഫ്രീ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തരുന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കും. അടുത്ത, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദ ഗിവൻ എക്സ്പ്രഷൻ? a + b + c the whole square - a² - b² - c². ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് a + b + c the whole square എന്ന് പറഞ്ഞാൽ എന്താ? a² + b² + c² + 2 × ab + bc + ca. a² + b² + c² + a² കിട്ടാൻ വേണ്ടി -a² + b² കിട്ടാൻ വേണ്ടി -b² + c² കിട്ടാൻ വേണ്ടി -c². ബാക്കി ഏതാ നടക്കുന്നത്? 2 × ab + bc + c. ഇതിനൊരു പേനയുടെയോ ഒന്നിന്റെ ആവശ്യമില്ല, ജസ്റ്റ് ആ ഒരു ഫോർമുല നന്നായിട്ട് പഠിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അടുത്തത്, വാട്ട് ഇസ് വാല്യൂ ഓഫ് x by y if x - 5y x + 5y വാല്യൂ വന്നിട്ട്? ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? കമ്പൗണ്ടോ ഡിവിഡൻഡോ ഒക്കെ നമ്മളുടെ റേഷ്യോ പ്രൊപ്പോർഷൻ ക്ലാസ്സിൽ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞു എങ്ങനെ ചെയ്യാം. അപ്പോൾ ഒന്നുകിൽ ഇത് ചെയ്യാം, കമ്പൗണ്ട് ഡിവിഡൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാം. നോക്ക്, എക്സിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. ഇപ്പോൾ എന്ത് വരും? 13 × x 13x, 7 × x 7x, 13x 7x അപ്പുറത്തിന് -7x, 6x എന്ന് വരും. 6x ഈക്വൽ ടു ഇവിടെ എന്ത് വരും? ഇവിടെ വെച്ചോണെങ്കിൽ തന്നെ ചെയ്യാം. 6x എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ കിടക്കുന്നതായിരിക്കും വൈയുടെ വാല്യൂ. അതായത് വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഒരു 3 കാണത്തുള്ളൂ. ഇതല്ല, ഒരു 3 കാണത്തില്ല, 9 കാണത്തില്ല, 7 കാണത്തില്ല. ഓപ്ഷൻ സി എന്ത് ചെയ്യും? ഞാൻ ഇവിടുന്നേ മാർക്ക് ചെയ്യും. ഇതും എന്താണ്? പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് പെൻ ഫ്രീ ആവുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. 6x ഈക്വൽ ടു ഇവിടെ 7 വരുമ്പോൾ എന്താ? 7 × 5y 35y, ഇവിടെ 13 × -5y -65y, -65 -65 35. ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? +65 ആവും. 65 35 100 ആണ്. അതായത് 100y എന്ന് എഴുതും. അതായത് ഇവിടെ നോക്ക്, x/y എന്ന് എഴുതുമ്പോൾ എന്താ കിട്ടുന്നത്? 100/6 ഇങ്ങനെ 50/3 നമുക്ക് എഴുതാം. ഓപ്ഷൻ സി കൊടുക്കാം. അപ്പൊ ഇവിടെ 6x എഴുതി തന്നെ ചെയ്യുന്ന ഒരാളും ബാക്കി സ്റ്റെപ്പ് എഴുതുന്ന ഒരാളും ഒരു 5 സെക്കൻഡ് വ്യത്യാസം കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡ് വ്യത്യാസം കാണത്തുള്ളൂ. പക്ഷെ അത് വളരെ വലുതാണ്. കുറെ ക്വസ്റ്റ്യൻസ് ആകുമ്പോഴത്തേക്കും അത് വളരെ വലുതാണ്. ഏറ്റവും കുറച്ച് എഴുതാൻ നോക്കുക. ഇവിടെ നോക്ക്, 13 -7 6y 6x. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം കിടക്കുവാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വൈയുടെ കൂടെ കിടക്കുന്നതായിരിക്കും, വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ കിടക്കുന്നതായിരിക്കും. ഇത് ഒരുപാട് സ്ഥലത്ത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നമുക്ക് എന്ത് പറയാം? എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ വൈയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ എക്സിന്റെ കൂടെ കിടക്കുന്ന 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ എന്താ? 6നകത്ത് 3 ഉണ്ട്, 3 ഉണ്ട്, 2 ഉണ്ട്. ഇതിനകത്ത് 3 ഇല്ല. ഇവിടെ 7 എഴുതിയേക്കുന്നത്. 7നകത്ത് 3 ഇല്ല, 2 ഇല്ല. 9 9നകത്ത് 2 3 ഉണ്ട്. ഒരിക്കലും വൈക്കകത്ത് 2 3 വരത്തില്ല. അപ്പൊ ഇതുമല്ല, ഒരു 3 വരത്തുള്ളൂ. അല്ലെങ്കിൽ 6 വരാം, അല്ലെങ്കിൽ 3 വരാം, അല്ലെങ്കിൽ 1 വരാം. ഓക്കെ, യെസ്, ഇത് ഇതിനകത്തൊന്നില്ല, 3 ഇല്ല. ഇതൊക്കെയാണ് നിങ്ങളുടെ നമ്പറുമായിട്ടുള്ള പരിചയം എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. x + 1/x വാല്യൂ വന്നിട്ടുണ്ട് 10. വാട്ട് ഇസ് വാല്യൂ ഓഫ് x raised to 4 + 1? വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. x² + 1/² എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്ക്വയർ -2 98. അടുത്ത പവർ എന്ന് പറഞ്ഞാൽ 98ന്റെ സ്ക്വയർ -2 ആണ്. 8ന്റെ സ്ക്വയർ 67, 4 - 2 4, 8ന്റെ സ്ക്വയർ 64 4, 4 - 2 2, യൂണിറ്റ് 2 വരുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ ബി ഉള്ളൂ. കഴിഞ്ഞു. ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന
ഒരു ചാപ്റ്ററാണ്. പക്ഷെ അത് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, എങ്ങനെ നിങ്ങളെ പഠിപ്പിക്കുന്നു അല്ലെങ്കിൽ ക്ലാസ് കിട്ടുന്നു എന്നതിനെ അനുസരിച്ചിരിക്കും. വളരെ നിഷ്പ്രയാസം നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് 10 ക്വസ്റ്റ്യൻ ചെയ്യാൻ 5 മിനിറ്റ് പോലും വേണ്ടായിരുന്നു, 5-6 മിനിറ്റ് കൊണ്ട് ചെയ്യായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ഒക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ CGL ചോദിച്ച 10-11 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്തത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു തീർക്കുക, എല്ലാ ക്ലാസ്സുകളും കണ്ടു തീർക്കുക. ഓരോ ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് എക്സാമിന്, ഓരോ ക്ലാസ്സിൽ നിന്നും ഞാൻ എടുത്തു പറയുകയാണ്, ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് എൻ്റെ ഉറപ്പാണ്. അങ്ങനത്തുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, മാക്സിമം ക്ലാസ്സുകളെല്ലാം കണ്ടു തീർത്ത് എക്സാമിന് പോയി നന്നായിട്ട് എഴുതുക. അപ്പോൾ ചാനൽ മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത ജോമെട്രിയുടെ നല്ല ക്വസ്റ്റ്യൻസുമായിട്ട് ജോമെട്രിയുടെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റട്ടെ. കേരളത്തിൽ നിന്ന് ഒരുപാട് പേർക്ക് സെൻട്രൽ ഗവൺമെന്റ് ജോലി കിട്ടട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.